അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചറബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് സമ്പത്തും മറ്റ് സൗകര്യങ്ങളുമൊക്കെ. പക്ഷേ അത് നമ്മുടെ ജീവൻ ഈ ലോകത്ത് നിന്ന് അവസാനിക്കുന്നതോടുകൂടി, അഥവാ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി നമ്മുടേതല്ലാതായി മാറും. അതിനാൽ ആ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കും ഉപകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ വിനിയോഗിക്കുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നമുക്ക് പരലോക വിജയം, പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ പലരും അതിനെ സംബന്ധിച്ച് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയും സാധുക്കളായ നിഷ്കളങ്കരായ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ സ്വത്ത് അനർഹമായി പിടിച്ചുവെക്കുവാനും അതേപോലെ അപഹരിക്കുവാനുമൊക്കെയുള്ള സംവിധാനമാണ് വഖഫ് എന്നും, അതല്ലെങ്കിൽ സമാന്തരമായ ഒരു ഭരണ സംവിധാനമാണ് വഖഫ് എന്നുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ സ്വത്ത് അള്ളാഹുവിന്റെ, പടച്ചറബിന്റെ പ്രീതിയും തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനായി മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തി നന്മകൾക്ക് വേണ്ടി വിട്ടു നൽകുന്നതിനാണ് വഖഫ് എന്ന് പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ പുണ്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്തു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സ്വഹാബികളിൽപ്പെട്ടൊരു സ്വഹാബി. അദ്ദേഹത്തിന്റെ പ്രിയങ്കരമായ, ഏറെ ഇഷ്ടപ്പെട്ട സ്വത്തായിരുന്നു മദീനയിലെ ബൈറുഹ എന്ന് പറയുന്ന തോട്ടം. മദീനയിലെ പ്രവാചക പള്ളിയുടെ നേരെ അഭിമുഖമായി നിൽക്കുന്ന ബൈറുഹ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കടന്നു ചെന്ന് വെള്ളം കുടിച്ച് അതിലെ പഴങ്ങൾ പറിച്ചു തിന്ന് ഒക്കെ സമയം ചെലവഴിച്ച രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെയും പടച്ച റബ്ബിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കി നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്ന അർത്ഥത്തിൽ 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാനിലെ 92-ാമത്തെ വചനം ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആ സ്വത്ത് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകി, അഥവാ വഖഫായി, ദാനമായി നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖൈബറിലെ ഭൂമി വഖഫായി നൽകിയ സംഭവം ഹദീസുകളിലൂടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സംഗതികളെയെല്ലാം പ്രശംസിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ദാക മാലുൻ റാബിഹ്, അത് വിജയകരമായ കച്ചവടമാണ്, ലാഭകരമായ ഇടപാടാണ് എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ തന്നെ ആ രീതിയിൽ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവരോടുമൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കാണാം. അപ്രകാരം തന്നെ മദീനയിൽ ആളുകൾ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സമയത്ത് ഒരു ജൂതന്റെ പക്കലുണ്ടായിരുന്ന ബിഅ്റു റൂമ എന്ന് പറയുന്ന കിണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാന പ്രകാരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി സമൂഹത്തിന് വിട്ടുകൊടുത്തു എന്നാണ്. ഇന്നും അത് നമുക്ക് മദീനയിൽ ശേഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. 1400 വർഷങ്ങളായിട്ടും എത്രയോ ആളുകൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാകും. സ്വഹാബികളും താബിഈങ്ങളും താബിഈങ്ങളും അടക്കം തലമുറകൾ കൈമാറി വന്ന ആ സ്വത്ത്, അത് വഖഫിന്റെ മറ്റൊരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മൻ യശ്തരി ബിഅ്റ റൂമ ഫയകൂന ദൽവുഹു ഫീഹാ കദിലാഇൽ മുസ്ലിമീൻ, ആരാണ് ബിഅ്റ റൂമ, റൂമ കിണർ വിലക്ക് വാങ്ങുന്നത്, എന്നിട്ട് അയാൾക്കും പൊതുസമൂഹത്തിനും വെള്ളമെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ അതിൽ ബക്കറ്റ് അഥവാ വെള്ളം മുക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്, ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന, ഇതിനേക്കാൾ ഉത്തമമായത് സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫശ്തറാഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വിലക്ക് വാങ്ങി സമൂഹത്തിന് സമർപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ഒട്ടേറെ വഖഫ് സ്വത്തുകളുണ്ട്. നമ്മുടെ നാട്ടിലും അയൽ നാടുകളിലുമൊക്കെ ആ സംഗതികളുണ്ട്. അതൊരിക്കലും മറ്റുള്ളവർ